ഹലോ ഗായ്സ്, ഹാപ്പി വിഷു. അപ്പം ഇന്നൊരു കുട്ടി വിഷു ബ്ലോഗായല്ലോ. ഞാൻ എൻ്റെ അച്ഛമ്മയുടെ അച്ഛൻ്റെ അടുത്താണ് കേട്ടോ. അച്ഛമ്മയ്ക്ക് ഒരു കണ്ണിൽ തിമിരും, മറ്റേ കണ്ണ് ബ്ലഡൊക്കെ നിറഞ്ഞിട്ട് അങ്ങനെ കാണാൻ പറ്റാത്ത കാരണം തന്നെ അച്ഛമ്മ എന്നോട് ഇന്നലെ എന്നെ വിളക്കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അമ്മമ്മയ്ക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ മാത്രമേ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ അച്ഛമ്മ നേരെ കണിയൊക്കെ പുലർച്ചെ കണി കണ്ട ശേഷം ഞാൻ പിന്നെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചു. അതിനുശേഷം പിന്നെ ഒന്ന് പടക്കം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. പടക്കം പൊട്ടിക്കണമെന്നൊന്നും വിചാരിച്ചില്ല, ഒരു പോത്തിരി കത്തിച്ച് അവസാനിപ്പിക്കാമെന്നേ വിചാരിച്ചുള്ളൂ. എന്നാലൊരു ഷോക്കിങ് ഞാൻ ആ പടക്കത്തിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി 4 തലച്ചക്രം മാത്രം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോത്തിരി കത്തിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലിരിക്കുകയാണ്. അച്ചാച്ച അവിടെ തൂക്കുകളൊക്കെ കത്തിക്കുന്നുണ്ട് അല്ലേ അച്ചാച്ച? ഇന്നലെ പടക്കം പൊട്ടിക്കുന്ന ടൈം ആയപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പടക്കം പൊട്ടിച്ചതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത്തക്കളം പോലെയില്ലേ? കലാപരിപാടികൾ ആരംഭിക്കാൻ പോകുന്നു. ഐശ്വര്യമായിട്ട് മൂളിയിൽ നിന്ന് തുടങ്ങണം. മൂളിയുടെ കത്തുമ്പോഴുള്ള ഭംഗി ഞാൻ പറയേണ്ട ആവശ്യമില്ല. പടക്കം കേട്ടോ, പണ്ടേ നമുക്ക് എവിടെയാണ് ചെയ്യൂത്താൻ പറ്റില്ല എന്നൊരു വിഷമയുടെ വീഡിയോ എടുക്കണ കാരണം പടക്കമായിരുന്നു കേട്ടോ അടുത്തത്. എനിക്ക് പണ്ടും ഇപ്പോഴും നല്ല പേടിയുള്ള സാധനമാണ്. കേട്ടോ, അകത്തേക്കാണ് തിരിച്ച സംഭവം. ഭാഗ്യം ഞാൻ നീങ്ങുന്നത്. അച്ചാച്ചൻ നമ്മുടെ വീട് മൊത്തം ഒരു പടക്കത്തിൻ്റെ പുക കൊണ്ട് മലിനമാക്കിയിരിക്കുന്നു. പിന്നെ വെറുതെ ബോറടിച്ചപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അച്ചാച്ചൻ ചെടി സ്നേഹിയായ കാരണം ചെടിയും പൂവൊക്കെ ഈ വീടിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഈ മഞ്ഞപ്പൂ നിങ്ങൾ എത്ര പേരുടെ വീട്ടിലുണ്ടെന്നൊന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതാ ഒരു മുല്ലപ്പൂവിൻ്റെ മൊട്ട് പോലും ഇല്ലാണ്ട് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മരം നിൽക്കുന്നു. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞാലേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പറ്റുള്ളൂ. പിന്നെ വെള്ളപ്പൂവൊക്കെ ജസ്റ്റ് നോക്കിയിരുന്നപ്പോഴാണ് മുല്ലപ്പൂ കാണിച്ചില്ലാത്ത വിഷമം നിങ്ങളെ റോട്ടിൽ കാണാൻ മഞ്ഞപ്പൂവിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും അതിൻ്റെ സൈഡിലുള്ള ഏതോ ഒരു മുള്ള എൻ്റെ കയ്യിൽ കൊണ്ടു. നിങ്ങൾ കേട്ടില്ലേ ആ വെടി പൊട്ടുന്ന ശബ്ദം? അപ്പോഴേക്കും ഞാൻ വേഗം അകത്തേക്ക് ഓടി. അല്ലെങ്കിൽ എൻ്റെ ചെവിയുടെ കാര്യത്തിൽ ഈ വിഷു കഴിയുമ്പോഴേക്ക് തീരുമാനം. അങ്ങനെ എൻ്റെ കോളിയൊക്കെ കഴിഞ്ഞു. അച്ചാച്ചൻ്റെ 100 രൂപ കിട്ടി. ഗായ്സ് അങ്ങനെ സദ്യയൊക്കെ നമ്മൾ കഴിച്ചു. അതിനിടയിൽ വല്യമ്മ വന്നു. എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയന്മാരുടെ ഫാമിലീസിന് വിഷുക്കൈ നീട്ടം കൊടുക്കുന്നതായിട്ട് ഈ നട്ടപ്പുറ വെയിലത്ത് പോയിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുട്ടി വിഷു ബ്ലോഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വിഷു എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ